737 നാമം സുവർണവർണ്ണ, സുവർണത്തിൻ്റെ നിറമുള്ളവൻ. സുവർണ ശബ്ദത്തിന് സ്വർണം എന്ന് പ്രസിദ്ധമായ അർത്ഥം. അത് സ്വീകരിച്ചാൽ സ്വർണവർണ്ണമുള്ളവൻ എന്നർത്ഥം. തന്ത്രശാസ്ത്ര വിധിപ്രകാരം ആരാധിക്കുന്നവർ സാധിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പല നിറങ്ങളിൽ സങ്കല്പിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. സമ്പത്തും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർ ഭഗവാനെ സ്വർണവർണ്ണനായി ആരാധിക്കുന്നു. സുവർണ ശബ്ദത്തിന് മനോഹരമായ നിറമെന്നും അർത്ഥമുണ്ട്. ആ അർത്ഥം സ്വീകരിച്ചാൽ നമുക്ക് കൂടുതൽ പരിചയമുള്ള നീലയും ശ്യാമളവുമായ തമാല വർണ്ണമുള്ളവൻ എന്നും അർത്ഥം പറയാം. 738 നാമം ഹേമാങ്ക, ഹേമത്തിന് സ്വർണം എന്നൊരർത്ഥം. ഈ അർത്ഥം മുൻ നാമത്തിന് തുടർച്ചയായി കാണാം. സ്വർണമയമായ അവയവങ്ങൾ ഉള്ളവൻ. ആദിത്യൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സുവർണവർണ്ണായ പുരുഷൻ സ്വർണവർണ്ണമായ ശ്മശ്രുക്കളുള്ളവനും സുവർണകേശങ്ങളുള്ളവനും നഖാന്തം വരെ ആകെ സ്വർണവർണ്ണമുള്ളവനുമാകുന്നു എന്ന് ഛാന്ദോഗ്യോപനിഷത്ത്. 739 നാമം വരാംഗ, ശ്രേഷ്ഠമായ അവയവങ്ങൾ ഉള്ളവൻ. കണ്ണിനും മനസ്സിനും ആനന്ദം തരുന്ന വിധം അഴകും തേജസ്സുമുള്ള അംഗങ്ങളുള്ളവൻ എന്നും വ്യാഖ്യാനിക്കാം. സ്തോത്രങ്ങളിൽ പാദാദികേശമായും കേശാദിപാദമായുമുള്ള വർണ്ണനകൾ കാണാം. 740 നാമം ചന്ദനാംഗതി, ചന്ദനാംഗതം അണിഞ്ഞവൻ. ചന്ദനം, അംഗതം എന്ന് 2 ഘടകങ്ങളിൽ നിന്നാണ് ഈ നാമം ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദനം എന്നതിന് ആഹ്ലാദിപ്പിക്കുന്നത് എന്ന് പദാർത്ഥം. ആഹ്ലാദിപ്പിക്കുന്ന എന്തിനേയും ചന്ദനം എന്ന് പറയാമെങ്കിലും ചന്ദനവൃക്ഷത്തിൻ്റെ തടി അരച്ചുണ്ടാക്കുന്ന സുഗന്ധിയും കുളിർമയുണ്ടാക്കുന്നതും ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതുമായ സുഗന്ധ വസ്തുവിനെ കുറിക്കാനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അംഗതത്തിന് അംഗത്തെ രക്ഷിക്കുന്നത് എന്ന് പദാർത്ഥം. പഴയ കാലത്ത് യോദ്ധാക്കൾ കൈകളെ ശത്രുക്കളുടെ ആയുധങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഭുജകവചങ്ങളിൽ മേൽക്കൈ മറച്ചിരിക്കുന്ന രക്ഷാകവചമാണ് അംഗതം. പിൽക്കാലത്ത് അത് ആഭരണമായി മാറി. തോൾവള എന്ന് അർത്ഥം പറയാം. രണ്ടും ചേർത്ത് ചന്ദനാംഗതം അണിഞ്ഞവനായി നാമത്തെ സ്വീകരിക്കുമ്പോൾ ചന്ദനമാകുന്ന അംഗതം അണിഞ്ഞവൻ എന്നൊരു വ്യാഖ്യാനം. ആഹ്ലാദകാരിയായ ചന്ദനം കൊണ്ട് കവചിതമായ ശരീരമുള്ളവൻ ചന്ദന ചർച്ചിത നീല കളേബരനായിട്ട് വനമാലിയെ ജയദേവ കവി വർണ്ണിക്കുന്നു. 741 നാമം വീരഹ, വീരന്മാരെ ഹനിക്കുന്നവൻ. വീര്യത്തോടൊപ്പം അഹങ്കാരവും ഉണ്ടായെന്ന് വരും. പ്രത്യേകിച്ചും ആസുരഭാവമുള്ളവർ അഹങ്കാരവും വീര്യവും വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ അവഗണിക്കും. ക്രമേണ സഹജീവികൾക്ക് ഉപദ്രവകാരികളാകും. അധർമ്മികളായ വീരരെ ഭഗവാന് നശിപ്പിക്കേണ്ടി വരും. 742 നാമം വിഷമ, സമനായി മറ്റാരും ഇല്ലാത്തവൻ. തുല്യതയുള്ളവനായി ആരും തന്നെയില്ല, അതിനാൽ വിഷമൻ. 743 നാമം ശൂന്യ, ശൂന്യത രൂപമായവൻ എന്ന് നിർവചനം. ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ശൂന്യത. അങ്ങനെയൊന്നും ഉണ്ടാകുക എന്ന് അസാധ്യമാണ്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വിഷയമായ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശൂന്യത. നമുക്ക് ഉൾക്കൊള്ളാനാവുന്ന ഒന്നുമില്ലാത്ത ആ അവസ്ഥയിൽ പരാനന്ദ പ്രകാശാത്മകനായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. കാലത്തിനും കർമ്മങ്ങൾക്കും ഗുണങ്ങൾക്കും അതീതനായി നാമരൂപാദികളില്ലാത്തവനായി നിരാധാരനായി സർവാധാരമായി സ്ഥിതി ചെയ്യുന്ന ഭഗവാനെയാണ് ശൂന്യൻ എന്ന നാമം വിവക്ഷിക്കുന്നത്. 744 നാമം ഘൃതാശി, ഘൃതത്തിന് നെയ്യ് എന്ന പ്രസിദ്ധമായ അർത്ഥം. ഘൃതം അശിക്കുന്നവൻ. ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിലെ ബാലലീലകളിൽ പാലും വെണ്ണയും നെയ്യും ഭക്ഷിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. ഘൃതം ഭക്ഷിക്കുന്നവൻ യാഗാഗ്നിയുമാണ്. ദേവപ്രീതിക്കായിട്ട് യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന ഘൃതത്തെ അഗ്നിരൂപിയായ ഭഗവാൻ ഭക്ഷിക്കുമ്പോൾ സകല ദേവന്മാരും തൃപ്തരായി തീരുന്നു. 745 നാമം അചല, ചലനമില്ലാത്തവൻ. ഇളക്കമോ മാറ്റമോ നാശമോ ഇല്ലാത്തവൻ. ജനനമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാതനുമാണെന്ന് ഭഗവത്ഗീത. 746 നാമം ചല, ചലിക്കുന്നവൻ. മുൻ നാമത്തിന് നേരെ വിപരീതമാണ് ഈ നാമം. സ്ഥിരനും സ്ഥാണുവുമായ മാധവൻ ചലനും ചഞ്ചലനുമായി ജീവാത്മാവായി ജീവികളിൽ സ്ഥിതി ചെയ്യുന്നു. 747 നാമം അമാനി, മാനം ഇല്ലാത്തവൻ. ആത്മാഭിമാനം ഇല്ലാത്തവൻ. ഞാനെന്നും എനിക്കുള്ളതെന്നും എന്നുമുള്ള മിഥ്യാബോധത്തിനാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്. ഈ മാനം എല്ലാവർക്കുമുണ്ട്. ഞാൻ ഋഷിയാണ്, ഞാൻ ഭക്തനാണ് എന്ന മാനം പോലും അപകടകാരിയാണ്. അതില്ലാത്തവൻ ഭഗവാൻ മാത്രമാണ്. 748 നാമം മാനത, മാനം നൽകുന്നവൻ. മുൻ നാമത്തിൽ അഭിമാനത്തിൻ്റെ ദോഷങ്ങൾ സൂചിപ്പിച്ചു. ദുരഭിമാനമാകുമ്പോഴാണ് ദോഷമാകുന്നത്. സത്പ്രവൃത്തികൾക്കുള്ള പ്രേരണയും മാനമാണ്. ഇത് എനിക്ക് കഴിയും, അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും, അതെൻ്റെ കടമയാണെന്ന് കരുതി മനുഷ്യർ പ്രവർത്തിക്കുന്നു.
താൻ ചെന്നെത്തുന്ന പ്രവർത്തന മണ്ഡലത്തിൽ ആത്മാർത്ഥതയോടെ സ്വാർത്ഥമോഹങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാൻ യശസ്സും ഐശ്വര്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുന്നു. 749 നാമം മാന്യ, മാനിക്കപ്പെടേണ്ടവൻ, എല്ലാവരാലും മാനിക്കപ്പെടേണ്ടവൻ. 750 നാമം ലോകസ്വാമി, എല്ലാ ലോകങ്ങൾക്കും ഈശ്വരൻ. 751 നാമം ത്രിലോകധൃക്, 3 ലോകങ്ങളെയും ധരിക്കുന്നവൻ. 3 ലോകങ്ങൾ സാധാരണ വ്യവഹാരത്തിൽ ഭൂസ്വർഗ പാതാളങ്ങളെ കുറിക്കുന്നു. മനുഷ്യലോകം, പിതൃലോകം, ദേവലോകം എന്നിവയാണെന്നും വ്യാഖ്യാനിക്കാറുണ്ട്. 752 നാമം സുമേധ, സുമേധ എന്ന് പദച്ഛേദം. ശോഭനമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മേധ, ബുദ്ധിയാണ് മേധ. സർവഹരമായ മൃത്യുവും ഉണ്ടാകാൻ പോകുന്നവയുടെ ഉത്ഭവവും സ്ത്രീകളിൽ കീർത്തിയും സ്മൃതിയും മേധയും ധൃതിയും ക്ഷമയും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത. 753 നാമം മേധജ, മേധത്തിന് യജ്ഞം എന്നർത്ഥം. യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നവൻ എന്ന നാമത്തിനർത്ഥം. യജ്ഞവും യജ്ഞാഗ്നിയും യജ്ഞത്തിൽ നടക്കുന്ന ആഹൂതിയും യജ്ഞത്തിൻ്റെ യജമാനനും യജ്ഞഫലവും വിഷ്ണു തന്നെയാണെന്ന് പറയാറുണ്ട്. 754 നാമം ധന്യ, ധന്യ ശബ്ദത്തിന് ധനം പ്രദാനം ചെയ്യുന്നവൻ, മംഗളം നൽകുന്നവൻ എന്ന പദാർത്ഥം. മനുഷ്യന് ധനവും ഐശ്വര്യവും മംഗളവും ഉണ്ടാകുന്നത് ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ടാണ്. 755 നാമം സത്യമേധ, 752 നാമം സുമേധ എന്നാണ്. സു എന്ന വിശേഷണത്തിന് പകരം സത്യശബ്ദം പ്രയോഗിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരിക്കലും പിഴവ് പറ്റാത്ത മേധയുള്ളവൻ. 756 നാമം ധരാധര, ധരയെ ധരിക്കുന്നവൻ. ജീവനെയും ജീവികളെയും ധരിക്കുന്നതുകൊണ്ട് ഭൂമിക്ക് ധര എന്ന് പേര്. ധരിക്കുക എന്നതിന് താങ്ങുക, രക്ഷിക്കുക, ഭരിക്കുക എന്നൊക്കെ അർത്ഥം. ജീവികളെ ധരിക്കുന്ന ധരയെ അല്ലെങ്കിൽ ഭൂമിയെ ആദിശേഷ രൂപത്തിൽ ഭഗവാൻ തൻ്റെ സഹസ്രഫണങ്ങളിൽ ഒന്നിൽ പറ്റിയിരിക്കുന്ന കടുകുമണി പോലെ ധരിക്കുന്നു. ബഭ്രു എന്ന 116 നാമം നോക്കുക. അതിനാൽ ഭഗവാൻ ധരാധരനാണ്. സുവർണവർണ്ണോ ഹേമാങ്കോ വരാംഗശ്ചന്ദനാഗതി വീരഹാ വിഷമശൂന്യോ ഹൃദാശീരചലശ്ചല അമാനീ മാനദോ മാന്യോ ലോകസ്വാമീ ത്രിലോകധൃക് സുമേധാമേധജോ ധന്യം സത്യമേധാധരാധര.